സഞ്ചാർ സാഥി ആപ്പുകൾ മൊബൈൽ ഫോണുകൾ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് മൊബൈൽ കമ്പനികൾക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു കേന്ദ്ര സർക്കാർ. പിന്നീട് അതിനെതിരെ പ്രതിഷേധം ഉയർന്നപ്പോൾ അത് പിൻവലിക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ മറ്റൊരു വലിയ നീക്കം കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുകയാണ്. അത് സിം ബൈൻഡിംഗ് എന്നാണ് ആ ഒരു സംവിധാനത്തിന്റെ പേര്. സിം ബൈൻഡിംഗ് എത്തുന്നതോട് കൂടി തന്നെ ഏത് വിധത്തിലുള്ള മെസ്സേജിംഗ് ആപ്പുകളും നിശ്ചലമാക്കുന്ന ഒരു ടെക്നോളജിയാണ് സിം ബൈൻഡിങ്. അതായത് സിഗ്നലോ ടെലിഗ്രാഫോ വാട്സപ്പോ എന്തുമായിക്കൊള്ളട്ടെ 6 മണിക്കൂർ നേരം അതിനെ ഓട്ടോ ലോഗൌട്ട് ആക്കാൻ കഴിയും. അതായത് നമ്മൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വാട്സപ്പ് ആയാലും മെസ്സഞ്ചർ ആയാലും ഇല്ല എങ്കിൽ മറ്റ് ടെലിഗ്രാം അടക്കമുള്ള സംവിധാനങ്ങളായാലും അത് 6 മണിക്കൂർ നേരം ഓഫാക്കി ഇടുവാനോ ഇല്ലെങ്കിൽ അതിനെ ബാൻ ചെയ്യുക അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിൽ എത്തിക്കാനോ ഈ സംവിധാനത്തിന് കഴിയും. ടെലികോം അതോറിറ്റി നൽകിയ, അതായത് ഈ ഫോണുകൾ വഴി അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴിയൊക്കെ നടക്കുന്ന തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലികോം അതോറിറ്റി നൽകിയ ഒരു സംവിധാനമാണ് ഇതാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. ഇതിന്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നിയമം സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ആക്റ്റീവായ സിമ്മുകളിൽ മാത്രമേ ഈ വാട്സപ്പോ ആയാലും മറ്റ് മെസ്സേജിങ് ആപ്പുകളും വർക്ക് ചെയ്യുള്ളൂ. അതായത് മുൻകാലങ്ങളിൽ നമ്മൾ ഒരു നമ്പർ ഉപയോഗിച്ച് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയും പിന്നീട് ആ നമ്പർ നഷ്ടപ്പെടുകയോ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്താലും ഈ വാട്സപ്പ് അവിടെ തന്നെ ഉണ്ടാകും. നമുക്ക് ചാറ്റ് ചെയ്യാനും മറ്റും ഇല്ലെങ്കിൽ കോൾ ചെയ്യാനും മറ്റും കഴിയുമായിരുന്നു. ഇനി മുതൽ അത് കഴിയില്ല. ആക്റ്റീവ് സിമ്മ് തന്നെ, അതായത് ഏത് സിമ്മിലാണോ വാട്സപ്പ് എടുത്ത് ആ സിം ആക്റ്റീവ് ആയിരിക്കണം. 90 ഡേയ്സ് ആക്റ്റീവ് ആയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി വാട്സപ്പോ അല്ലെങ്കിൽ മെസ്സേജിങ് ചെയ്യുന്ന ആപ്പുകൾ പോകും. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഡോട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിൽ വന്നത്. ഈ സിം ബൈൻഡിങ് സംവിധാനം നിലവിൽ വന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഒന്നിലധികം സിമ്മുകളിൽ നമുക്ക് ഈ വാട്സപ്പ്, ഒന്നിലധികം ഫോണുകൾ, സിമ്മിലല്ല ഫോണുകളിൽ നമുക്ക് ഈ വാട്സപ്പ് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇനി മുതൽ അതും കഴിയില്ല. ഒരു സിമ്മിന് ഒരു മെസ്സേജിങ് ആപ്പേ പറ്റൂ, അതും വർക്കിംഗ് ആയിരിക്കുന്ന സിം ആയിരിക്കണം. ഇത്തരത്തിൽ ഉള്ളതല്ലാത്തതാണ് എങ്കിൽ അതിനെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ സംവിധാനം അനുസരിച്ച് ഏതെങ്കിലും തട്ടിപ്പോ മറ്റു രീതിയിലോ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയാസ്പദമായ നീക്കങ്ങൾ, രാജ്യവിരുദ്ധമായ നീക്കങ്ങളോ മറ്റോ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി 6 മണിക്കൂർ വരെ ഈ സിം ബ്ലോക്ക് ചെയ്തിടുവാനും കഴിയും. ഇത് പ്രധാനമായും ഈ സംഘർഷ ബാധിത മേഖലയിലൊക്കെ വാട്സപ്പിലൂടെ മറ്റുമൊക്കെ ആളെ കൂട്ടുന്നതിന് വേണ്ടി ഫേക്ക് ആയിട്ടുള്ള വാർത്തകളും മറ്റും പ്രചരിപ്പിക്കുന്നത് തടയുന്നതിന് വേണ്ടി ഇത് ഉപകരിക്കും എന്നുള്ളതാണ്. ഏതായാലും ഇതിനെതിരെ പ്രതിഷേധം ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഇന്ത്യ മലയാളം.